മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. ആവശ്യം ആദ്യം എതിർത്ത കേന്ദ്ര സർക്കാർ ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ ഇക്കാര്യം പരിഗണിക്കാമെന്ന് മറുപടി നൽകി. വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വായ്പ എഴുതിത്തള്ളൽ ആവശ്യത്തെ കേന്ദ്ര സർക്കാർ പ്രതിരോധിച്ചത്. മറ്റ് നിക്ഷേപകരുടെ പണം സ്വീകരിച്ചാണ് ബാങ്കുകൾ വായ്പ നൽകുന്നത്. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് ബാങ്കുകളെ നിർബന്ധിക്കാനാകില്ല. വായ്പ എഴുതിത്തള്ളുന്നത് ബാങ്കുകളുടെ വിവേചനാധികാരമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ വയനാട്ടിലെ ദുരന്ത സാഹചര്യം വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ജനങ്ങളുടെ ജീവിത സാഹചര്യം നഷ്ടപ്പെട്ട ദുരന്തമാണ് വയനാട്ടിലേതെന്ന് ഓർമ്മപ്പെടുത്തി. വായ്പ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. സമാന തീരുമാനമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനിടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളേണ്ടെന്ന തീരുമാനം മുഖ്യമന്ത്രി പങ്കെടുത്ത SLBC യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെതിരെ സംസ്ഥാനം രംഗത്തെത്തി. ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്നാണ് SLBC യോഗത്തിന്റെ ശുപാർശയെന്ന് സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. വായ്പ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും SLBC യോഗത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പങ്കെടുത്ത 2 SLBC യോഗത്തിന്റെയും രേഖകൾ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.